പുത്തൻ പ്രതീക്ഷകളുമായി 2026 വരവേൽക്കുവാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. കാലത്തിൻ്റെ ഒഴുക്കിൽ ഏറെ ഓർമ്മകൾ സമ്മാനിച്ച ഒരു വർഷം കൂടി പിന്നിട്ട് പുതിയ അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പുതിയ വർഷത്തെ പ്രത്യാശയോടെ നേരിടാൻ നാം തയ്യാറെടുക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അവലോകനം ചെയ്യുന്നത് വ്യക്തിപരമായ വളർച്ചയ്ക്കും കാഴ്ചപ്പാടിനും പ്രയോജനം നൽകുന്നു. സഭാപ്രസംഗി 7-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. പുതുവത്സരം നമ്മളിൽ കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും നന്നായി തുടങ്ങാറുണ്ട്. എല്ലാവരും ആവേശത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നു, ലക്ഷ്യങ്ങളും പദ്ധതികളും ഒരുക്കുന്നു. എന്നാൽ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വർഷത്തിൻ്റെ പകുതി എത്തുന്നതിന് മുൻപ് തന്നെ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ട അവസ്ഥകൾ വന്നു ചേരുന്നു. അതുകൊണ്ടായിരിക്കാം വർഷാരംഭത്തേക്കാൾ വർഷാവസാനമാണ് നല്ലത് എന്ന് പറയുന്നത്. ഒരു കാര്യം എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല, മറിച്ച് എങ്ങനെ പൂർത്തിയാക്കി എന്നുള്ളതാണ് വിജയം. ഈ വർഷാവസാനം പൂർത്തിയാകാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു പുനർചിന്തനം ചെയ്യുവാനുള്ള സമയം കൂടിയാണ്. നമുക്കറിയാം, പ്രകൃതിയിൽ ശീതകാലം ഒരു പ്രത്യേക സമയമാണ്. കാരണം പഴയ ഇലകൾ നിലത്ത് വീണ് വൃക്ഷം പുതിയ വളർച്ചയ്ക്ക് വഴിയൊരുങ്ങുകയാണ്. അതെ, കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിലും പലർക്കും മറക്കാനാവാത്ത ഒരു വർഷമായിരിക്കും. നാം പല പരാജയങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം. നികത്താനാവാത്ത പല നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. നല്ല തീരുമാനങ്ങളും ജീവിതത്തിൽ എടുത്തിട്ടുണ്ടാവാം. എന്നാൽ കഴിഞ്ഞുപോയ വർഷത്തിലെ എല്ലാ മോശ സമയങ്ങളെയും എല്ലാ വിഷമഘട്ടങ്ങളെയും മറന്ന് അതോടൊപ്പം അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തന്നെ പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം. പുതുവർഷം എന്നത് കേവലം ഒരു സംഖ്യയിൽ വരുന്ന ഒരു മാറ്റം മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തെ വിലയിരുത്തുവാനും മെച്ചപ്പെടുത്തുവാനുമുള്ള ഒരവസരം കൂടിയാണ്. പുതിയ ലക്ഷ്യങ്ങളിലേക്ക് കാൽച്ചുവട് വെക്കുവാനും പഴയ തെറ്റുകൾ തിരുത്തുവാനും ആരോഗ്യം, ബന്ധങ്ങൾ, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ പുതിയ സമീപനങ്ങൾ സ്വീകരിക്കുവാനുള്ള ഒരവസരം കൂടിയാണ്. ഓരോ അവസാനവും ഒരു പുതിയ തുടക്കത്തിലേക്കാണ് നയിക്കുന്നത്. ഈ പുതുവർഷത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ വിശ്വാസത്തിലൂടെ നമുക്ക് വിജയം കൈവരിക്കാം. പുതുവർഷം സ്വപ്നങ്ങൾ കൂടുതൽ വിശാലതയുള്ളതായി തീരട്ടെ. നന്ദിയോടും പ്രതീക്ഷയോടും കൂടെ തന്നെ പുതുവർഷത്തിലേക്ക് നമുക്ക് കടക്കാം. പുത്തൻ പ്രതീക്ഷകളും പ്രത്യാശ നിറഞ്ഞ സ്വപ്നങ്ങളും നമ്മുടെ മനസ്സിൽ മുഴുവൻ നിറയട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യാം. അടുത്ത വർഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പുതിയ അവസരങ്ങളും വളർച്ചയും സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ സജ്ജമാക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, മുൻപുള്ളവയെ നീ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളതറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അതെ, നിരാശയിൽ പ്രത്യാശ തരുന്ന ദൈവം, ദുഃഖത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം, മരുഭൂമിയിൽ നീരുറവ തുറക്കുന്ന ദൈവം, അസമാധാനത്തിന് നടുവിൽ സമാധാനമായി ഇറങ്ങി വരുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിലും പുതിയ വർഷം പുതിയ കാര്യങ്ങൾ ദൈവം കൊണ്ടുവരുന്നു. പ്രയാസകരമായ ഏത് സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയാലും അതിൻ്റെ നടുവിൽ ദൈവം വഴിയൊരുക്കുന്നു. ആ വിശ്വാസത്തിൽ നമുക്ക് ഉറച്ച് മുന്നോട്ട് പോകാം. കഴിഞ്ഞ വർഷത്തിൽ ഇരുട്ടും വെളിച്ചവും മാറി മാറി നമ്മളെ പിന്തുടർന്നിരിക്കാം. എന്നാൽ പഴയ കാലത്തിലെ വെളിച്ചത്തിൽ നിന്നുമായിരിക്കണം പുതുവർഷത്തെ തിരിതെളിയിക്കേണ്ടത്. തെറ്റുകളുടെ ആവർത്തനമല്ല, മറിച്ച്
തിരുത്തലുകളായിരിക്കണം പുതുവർഷത്തിൽ നമ്മളെ നയിക്കേണ്ടത്. നമ്മുടെ ചിന്തയുടെ തലങ്ങൾക്ക്, നമ്മുടെ കാഴ്ചയുടെ വീക്ഷണങ്ങൾക്ക് മാറ്റം വന്നാൽ പുതുവർഷം പ്രതീക്ഷകളുടെ വർഷമായി മാറും. ഒരു പുതിയ പൂവ് വിടർന്ന് ചുറ്റും സുഗന്ധം പരത്തുന്നതുപോലെ പുതുവർഷത്തിൽ നാം മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം. യേശുവിൽ മാത്രം ആശ്രയം വെക്കുക. തളർന്നു പോകാതെ തന്നെ മുന്നോട്ട് പോകുക. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.